ഹലോ, നമുക്കിന്ന് ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മട്ടർ പനീർ ഉണ്ടാക്കി നോക്കിയാലോ. നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത്, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അതും ഒന്ന് നമുക്കൊരു 3-4 കഷ്ണമായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് കാഞ്ഞായിടുന്ന എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയില വേണം. അണ്ടിപ്പരിപ്പ് ഒരു 8-10 എണ്ണം, 1 ടീസ്പൂൺ മല്ലി ഇല്ലെങ്കിൽ മല്ലിപ്പൊടി ആയാലും മതി, 1 ടീസ്പൂൺ ഇടണം. 5-6 മുഴുവൻ കുരുമുളക്, പിന്നെ 2 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട വേണം. പിന്നെ ഇതിലേക്ക് ഒരു ഏലക്ക, ഒരെണ്ണം മതി, അധികം ആവശ്യമില്ല. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇട്ടിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. ഇതാ ഇപ്പം നല്ലതായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഇഷ്ടമാണെങ്കിൽ ബട്ടർ ഇടാം കേട്ടോ. ഇത് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഞാനിവിടെ പീനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ, ബട്ടറോ ഗീയോ എന്ത് വേണേലും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കുക. മസാല പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സൈഡിൽ നിന്ന് എണ്ണയൊക്കെ വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ഉണ്ട പോലെ വരും കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ വരും ഒന്നിച്ച്. അപ്പോഴും നമുക്ക് 1 കപ്പ്, ഞാനിവിടെ ഫ്രോസൺ മട്ടറാണ് എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് ആയാലും മതി. അതിട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക്. അതിനുശേഷം 1 തൊട്ട് 2 കപ്പ് വരെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച്, അതായത് ഈ ഗ്രീൻ പീസ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ മസാലയെല്ലാം ഒന്ന് മിക്സ് ആക്കാം അതിലേക്ക്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്ക് ഈ മട്ടർ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതെൻ്റെ ഫ്രോസൺ മട്ടറായിരുന്നു, അതുകൊണ്ട് ഒരു 8-9 മിനിറ്റ് കൊണ്ട് കുക്കായി കിട്ടി കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, അത് എളുപ്പമാണ് നമ്മുടെ ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ക്രഷ്ഡ് കസൂരി മേത്തി, അതായത് നമ്മുടെ ഉലുവയില ഉണക്കി പൊടിച്ചത്. നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നമ്മുടെ ഈ കറിക്ക്. ഈ കസൂരി മേത്തി ചേർത്താൽ ഇത് ഓപ്ഷണലാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. തിക്ക് ക്രീം എന്തായാലും മതി, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു നല്ലൊരു ടേസ്റ്റ് എൻഹാൻസറാണ്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. കുറച്ച് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ചും കൂടി ഉപ്പിടുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 200 ഗ്രാം പനീർ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പനീർ ചേർത്തിട്ട് അധിക നേരം കുക്ക് ചെയ്യാൻ പാടില്ല, മാക്സിമം 2 മിനിറ്റ് കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നല്ല സോഫ്റ്റ് ആവും. കുറേ നേരം കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു റബ്ബറി ടെക്സ്ചറായിട്ട് മാറും, അല്ലെ കട്ടിയാവും. പിന്നെ ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് മല്ലിയില ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി മട്ടർ പനീർ റെഡി.